ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ആദ്യ വിദേശയാത്രയാണ്. ഞാൻ ആദ്യമായിട്ട് പോയത് ഖത്തറിലേക്കാണ് കേട്ടോ. അവിടെ കൗൺസിലിംഗ് റിലേറ്റഡ് ഒന്ന് രണ്ട് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഐഡിയൽ, ബ്രില്യൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും സ്കൂളിലും. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാർഗറ്റുമായിട്ടാണ് പോയത്. എൻ്റെ അച്ഛൻ 12 വർഷം പ്രവാസിയായിരുന്നു. സൗദി അറേബ്യയിലും ഒമാനിലും ഒക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ് കേട്ടറിഞ്ഞ ഗൾഫ്, അവിടുത്തെ ജീവിതം അതൊക്കെ ഒന്ന് നേരിട്ട് കാണാനും അറിയാനും അവിടുത്തെ മണ്ണും മനുഷ്യരും അവിടുത്തെ ജീവിതമൊക്കെ എനിക്ക് അറിയണമെന്ന് ഭയങ്കര കൗതുകമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടി എനിക്ക് കിട്ടി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എങ്കിൽ പോലും ഈ ഒരു യാത്ര എന്നെ സംബന്ധിച്ച് പേഴ്സണലി അങ്ങനെ ഒരു വലിയ ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഒന്നും തരുന്ന ഒരു യാത്രയല്ല. കാരണം ഉള്ളിലൊരു പാഷൻ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചതുമായി റിലേറ്റ് ചെയ്തിട്ടൊരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു രാജ്യത്ത് പോകുമ്പോൾ ഉള്ളൊരു പെയിൻ ഉണ്ട്. അതായത് അനുഭവിച്ചവർക്ക് അത് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ സ്കൂളിലെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോയതിന് ശേഷം ഈവനിങ് പിന്നെ വേറെ പണിയൊന്നുമില്ല, ലോൺലിനെസ് ആണ്. പിന്നെ അവിടെ നടക്കാൻ ഇറങ്ങി. ഞാൻ ചെന്ന സമയം ഫുള്ള് തണുപ്പായിരുന്നു. ഒരു പൂച്ചക്കുട്ടിയെ കൂട്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ റിയാല് അതൊക്കെ മാറി കൈവച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ഭവൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളിൽ ഒരു അപ്പെക്സ് ബോഡിയുടെ ഇലക്ഷൻ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു ചെന്ന സമയം. അപ്പോൾ അവിടെ ചെന്ന കുറേ അധ്യാപകരെ പരിചയപ്പെടാമെന്ന് എഴുതി അവിടെ പോകാൻ ഓൺ ദ വേ ആണ്. പക്ഷേ ഊബർ വഴി മാറി എന്നെ വേറൊരു പോയിന്റിൽ എത്തിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്ന് എന്നെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. പിന്നെ ഇത് അവിടുത്തെ റോഡും കാര്യങ്ങളും ഒക്കെയാണ്. എൻ്റെ ഇന്റർവ്യൂസ് എല്ലാം കഴിഞ്ഞു. പക്ഷേ വിസയുടെ ഒന്ന് രണ്ട് ഇഷ്യൂ ഉള്ളത് കാരണം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. തിരിച്ചു പോരുന്ന ഒരു 13 ഡേയ്സിനുള്ളിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഖത്തർ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും വേറെ വീഡിയോയിൽ കാണാം.